സാധാരണ ഒരു വ്യക്തിക്ക് 32 പല്ലുകളുണ്ട് എന്നാണ് നമുക്കറിയുന്നത്. ഇനി സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ണാടിയുടെ മുന്നിൽ നോക്കി എണ്ണി നോക്കി എത്ര പല്ലുകൾ നിങ്ങളുടെ വായിലുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഒരാൾക്ക് 500 പല്ലുകളുണ്ട് എന്ന് പറഞ്ഞാലോ? വിശ്വസിക്കാനാകില്ല അല്ലേ? എന്നാൽ 500 പല്ലുകൾ വരെയുള്ളവരുണ്ട്. അതെന്താണെന്നല്ലേ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തുടങ്ങാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്ലിനിക്കിൽ 7 വയസ്സുള്ള ഒരു കുട്ടി വരുന്നു. അവളുടെ താഴത്തെ താടിയെല്ലിന്റെ ഒരു വശത്തായി വർഷങ്ങളായി ഒരു വീക്കമുണ്ടായിരുന്നു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഒരു വലിയ ബിനൈൻ ട്യൂമർ കണ്ടെത്തുകയും ആ ട്യൂമറിനുള്ളിൽ ഏകദേശം 100 കണക്കിന് ചെറിയ ഹാർഡായിട്ടുള്ള പല്ലുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉള്ളതായി മനസ്സിലാക്കാനും കഴിഞ്ഞു. ഈ പല്ലുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സിനെ സാധാരണ ഒഡോണ്ടോയിഡ് അല്ലെങ്കിൽ ഡെന്റിക്കിൾസ് എന്നെല്ലാമാണ് വിളിക്കുന്നത്. ഈ ഒരു ട്യൂമറിനെ കുറിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോൾ ഇത് വളരെ റെയർ ആയിട്ടുള്ള കോമ്പൗണ്ട് കോമ്പോസിറ്റ് ഒഡോണ്ടോമ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ് എന്ന് കണ്ടെത്തി. 2014 ഇന്ത്യയിൽ മുംബൈ സിറ്റിയിലുള്ള ഒരു ടീനേജറിന് ഇതുപോലെ 200 പല്ലുകൾ ഇത്തരത്തിലുള്ള ട്യൂമറിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. സത്യത്തിൽ ഈ കോമ്പൗണ്ട് കോമ്പോസിറ്റ് ഒഡോണ്ടോമ എന്നത് വളരെ ചുരുക്കം ചിലരിൽ മാത്രം കാണപ്പെടുന്ന പല്ലുകളുടെ മാൽഫോർമേഷനാണ്. ഇതിൽ നോർമൽ നമ്മുടെ പല്ലുകളെ പോലെ തന്നെ യൂണിഫോമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന പല്ലുകൾക്ക് സമാനമായ സ്ട്രക്ചേഴ്സാണ്. ഇവയെ ട്യൂമർ എന്ന് വിളിക്കുമ്പോഴും ഇത് ശരിക്കും ട്യൂമർ പോലെ അപകടകാരികളാണ് എന്ന് കരുതരുത്. ഇവയെ ഹെമാറ്റോമാറ്റസ് ലീഷൻസ് ആയാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം, ട്യൂമർ എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള സെല്ലുകളെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ഒരു സോളിഡ് മാസാണ്. അത് ക്യാൻസറിന്റെ സ്വഭാവമില്ലാത്ത ബിനൈൻ ട്യൂമറോ ക്യാൻസറായി മറ്റിടങ്ങളിലേക്ക് പകർന്നു പിടിക്കുന്ന മാലിഗ്നൻ ട്യൂമറോ ആകാം. ഇവിടെ പറയുന്ന ഈ ഒഡോണ്ടോമ എന്നത് ബിനൈൻ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ക്യാൻസർ പോലെ അബ്നോർമൽ സെല്ലുകളുടെ കൂട്ടം പോലെ അല്ലാതെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ഹെമാറ്റോമാറ്റസ് ലീഷൻ ചുറ്റുമുള്ള അബ്നോർമൽ അല്ലാത്ത സാധാരണ സെല്ലുകൾ തന്നെ അബ്നോർമലായി ഡിവൈഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ ടിപ്പിക്കൽ ട്യൂമർ എന്ന് പറയാൻ കഴിയാത്തതും. എന്നാൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാനും സാധിക്കുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒഡോണ്ടോമ എന്ന് പറയുന്നത് പല്ലിന്റെ കോശങ്ങൾ കൊണ്ട് കമ്പോസ് ചെയ്യുന്ന ബിനൈൻ ട്യൂമറുകളാണ്. ഇത്തരത്തിലുള്ള മിക്ക ലീഷൻസും ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ റൂട്ടീനായോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എക്സ്റേ എടുക്കുമ്പോൾ മാത്രമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് തന്നെ കോംപ്ലക്സ് ഒഡോണ്ടോമയും കോമ്പൗണ്ട് ഒഡോണ്ടോമയുമുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കോമ്പൗണ്ട് ഒഡോണ്ടോമയെ കുറിച്ചാണ്. പലപ്പോഴും ഈ ഒഡോണ്ടോമ എന്ന ഈ ട്യൂമർ പല്ലുകളുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. കൂടാതെ ചിലരിൽ വേദനയും ഡിസ്കംഫർട്ടും പല്ലുകൾ അതിന്റെ സ്ഥാനത്തു നിന്ന് നീങ്ങിപ്പോകുന്നതായും കാണാറുണ്ട്. ഒരു 80% കേസുകളിലും പുറത്തേക്ക് മുളച്ചു വരാത്ത പല്ലുകളുമായി ബന്ധപ്പെട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവ ക്യാൻസറസ് അല്ലാത്തത് കൊണ്ട് തന്നെ സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് ഈ ട്യൂമർ വളർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവയ്ക്കുള്ള ചികിത്സ എന്നത് സർജറി തന്നെയാണ്. സർജറി ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ വായുടെ ശുചിത്വം പാലിക്കുകയും സോഫ്റ്റായ ഭക്ഷണങ്ങൾ കഴിക്കുകയും ആന്റിബയോട്ടിക്സും മറ്റ് മരുന്നുകളും കൃത്യമായി എടുക്കുകയും വേണം.